ഭീരുക്കൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ അവർക്ക് പ്രവേശനമില്ല എന്നുള്ളത് വചനം നമ്മളോട് പറയുന്ന ഒരു സത്യമാണ്. അല്ലെങ്കിൽ ഭീരുക്കൾ താമസിക്കുന്നത് നരകത്തിലാണ് എന്ന് വചനം പറയുന്നു. അവർ അവസാനം ചെന്നെത്തുന്നത് നരകത്തിലാണ്. പാരമ്പര്യമായിട്ടുള്ള മതത്തിൻ്റെ രീതികളും പാരമ്പര്യമായിട്ടുള്ള സഭയുടെ ചട്ടക്കൂടുകളിലും കഴിഞ്ഞിരുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ ചില രീതികളും ചില ആചാരങ്ങളും ചില അനുഷ്ഠാനങ്ങളും മാറ്റിവെക്കേണ്ടതായിട്ട് വരും. എന്നാൽ കർത്താവിനെ പരസ്യമായിട്ട് ഏറ്റുപറയുവാൻ പലരും തയ്യാറാകുന്നില്ല. കാരണം ജനങ്ങളുടെ കയ്യടി ചിലപ്പോൾ നഷ്ടപ്പെടും, ഇല്ലെങ്കിൽ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തും എന്നുള്ള പേടിയൊക്കെ കൊണ്ടായിരിക്കാം അവർ യേശുവിനെ സ്വീകരിക്കുന്നത് ഏറ്റുപറയാൻ തയ്യാറാകാത്തത്. അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടുവെന്നും അല്ലെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടുവെന്നും പബ്ലിക്കായിട്ട് പറയുവാൻ പലരും തയ്യാറാകുന്നില്ല. ഇത് ഇപ്പോൾ ആരംഭിച്ച ഒരു കാര്യമല്ല, ഇത് കർത്താവിൻ്റെ സമയത്തെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. വേദപുസ്തകം വായിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഭാഗം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 42-43 വാക്യങ്ങൾ. ഇതിന് മുമ്പിൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. തൻ്റെ ശുശ്രൂഷ ഏകദേശം കഴിയാറായ ഒരു സമയത്ത്, ആ സമയത്ത് പറയുവാണ്, എന്നിട്ടും പ്രമാണികളിൽ പോലും അനേകർ യേശുവിൽ വിശ്വസിച്ചു. വളരെ പ്രമാണികളായിട്ടുള്ള ധനികരായിട്ടുള്ള പലരും കർത്താവിൽ വിശ്വസിച്ചു. എന്നാൽ പള്ളി ഭ്രഷ്ടരാകാതിരിക്കുവാൻ പരീശന്മാർ നിമിത്തം അവർ അത് ഏറ്റുപറഞ്ഞില്ല. കർത്താവിൽ അനേകർ വിശ്വസിച്ചു, ആ വിശ്വാസത്തെ രഹസ്യമായിട്ട് വച്ചിരുന്നു. എന്നാൽ അത് പബ്ലിക്കായിട്ട് ഏറ്റു പറയാൻ അവർ തയ്യാറായില്ല. കാരണം പരീശന്മാരിതറിഞ്ഞാൽ അവരെ പള്ളിയിൽ നിന്നും ഭ്രഷ്ടരാക്കും, പള്ളിയിൽ നിന്നും പുറത്താക്കും. അതുകൊണ്ട് അവരത് ഏറ്റു പറയാൻ തയ്യാറായില്ല. അടുത്ത വാക്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അവർ ദൈവത്താലുള്ള ബഹുമാനത്തെക്കാൾ അധികം മനുഷ്യരാലുള്ള ബഹുമാനം സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, അതവർ പറഞ്ഞിരുന്നുവെങ്കിൽ ദൈവം അവരെ മാനിക്കുമായിരുന്നു. കാരണം നമുക്കറിയാമല്ലോ, മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും പിതാവിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവും ഏറ്റുപറയും. അവിടെ ദൈവം മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ഇവിടെ മനുഷ്യരാലുള്ള ബഹുമാനമാണ് അവർ ആഗ്രഹിച്ചത്. മനുഷ്യരെ നമ്മളെ ബഹുമാനിക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യം അവർ വിട്ടുകളഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ സ്നാനമേറ്റ ഒരു വ്യക്തിയാണെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചു പറയണം. അങ്ങനെ ധൈര്യമുള്ളവർക്കുള്ളതാണ് ദൈവത്തിൻ്റെ രാജ്യം. ഭീരുക്കൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഗോഡ് ബ്ലസ് യു.